വാ ഇങ്ങോട്ട് നടക്ക്. ഇങ്ങോട്ട് അങ്ങളെ നീ ഇനി ആരെയും കാണാൻ പോകുന്നില്ല. ഞങ്ങൾ നിന്റെ പുറം ഇതുവരെ ഓടിയതേ നീ അവനെ ഒരിക്കലും കാണാതിരിക്കാനാ. അമ്മടേ പിടിച്ചോണ്ടോ. മഞ്ചാടി വന്നേ. വരത്തില്ല മഞ്ചാടി, നീ ഇനി വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ജീവനെ അവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞു. പിന്നെ നിനക്കല്ലാതെ ഞങ്ങളുടെ കൂടെ വന്ന എനിക്ക് നിങ്ങളുടെ കൂടെ വരണ്ട. എനിക്ക് നിങ്ങൾ ആരും ഇഷ്ടമല്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. എന്നെ വിട്ടേക്ക്. ശബരി, നീ വണ്ടി ചെന്ന് ദയ വിളിച്ചോണ്ട് വാ. വേണ്ട വേണ്ട ശബരി, ദയ വണ്ടിയിൽ ഇരുന്നോട്ടെ. വാ, ഇവിടെ നമ്മൾ കൊണ്ടുപോകും. പിടിച്ചോ. പിടിച്ചോണ്ട് പോവാളെ. നീ ഞങ്ങളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു മോനെ. എന്നെ കെട്ടഴിച്ചു വിടച്ചാ. എനിക്ക് മഞ്ചാടിയടുത്തേക്ക് പോണം. എനിക്ക് അവളെ രക്ഷിക്കണം മോനെ. എടാ, നിന്റെ കയ്യിന്ന് അവളുടെ വീട്ടുകാരെ അവളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി മോനെ. അവൾ പോട്ടെ. നിനക്ക് അവളെ വിധിച്ചിട്ടില്ലെന്ന് വിചാരിക്കേ. ഇല്ല, നിങ്ങൾ കൂടി അവരോടൊപ്പം ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. മോനെ, നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെയാണോ? നിങ്ങൾക്ക് എന്നെ ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ എന്റെ കെട്ടഴിച്ചൂട്. എന്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മഞ്ചാടി ആത്മഹത്യ ചെയ്യും. പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. മര്യാദയ്ക്ക് എന്നെ അവളുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്ക്. നിന്നെ ഞങ്ങൾ വിട്ടയക്കാം. പക്ഷേ അച്ഛനമ്മയും പറഞ്ഞ് നീ കേൾക്കണം. എന്നിട്ട് നീ എന്ത് വേണം ചെയ്തോ. അതെ മോനെ, ഞങ്ങൾ നിന്നെ ചതിച്ചിട്ടില്ല. നിന്നോടും മഞ്ചാടിയോടും ഞങ്ങൾക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ ഞാനും അച്ഛനും നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ ജീവന്റെ വിവരമൊന്നുമില്ലല്ലോ. അവനും മഞ്ചാടിയും കൂടി അവളുടെ വീട്ടുകാരെ പേടിച്ച് വല്ല കടുങ്കയും കാണിക്കോ? ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിക്കുമ്പോ എതിർപ്പ് ഭീഷണിയൊക്കെ ഉണ്ടാവുമെന്ന് അവർക്കറിയില്ലേ. അവര് കടുങ്കയൊന്നും കാണിക്കില്ല. രണ്ടുപേരും വിദ്യാഭ്യാസവും ധൈര്യമുള്ളവരാ. അവര് ചിലപ്പോ ഈ നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോയെന്നിരിക്കും. എന്തു പറഞ്ഞാലും നമ്മുടെ മോനല്ലേ ജീവൻ. മഞ്ചാടിയെ അവളുടെ വീട്ടുകാർ എതിർക്കുന്നെന്ന് കരുതി നമ്മുടെ മോനെ നമ്മൾ തള്ളിക്കളയണോ? അവരമ്പലത്തിൽ വെച്ച് മാല ചാർത്തിന്നല്ലേ പറഞ്ഞത്. നമ്മൾ നമ്മുടെ മകനെയും അവന്റെ പെണ്ണിനെയും സ്വീകരിക്കാൻ തയ്യാറായാൽ മഞ്ചാടിയുടെ വീട്ടുകാർ പിന്നെ ഭീഷണിയായിട്ട് വരില്ലല്ലോ. നമ്മളായിട്ട് എന്തായാലും അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരില്ല. ജീവൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നാ നമ്മൾ കൈവിടുകയില്ല. ആരോ വന്നല്ലോ, നോക്കിയിട്ട് വരാം. എന്താ എല്ലാരും കൂടി? ജീവനും മഞ്ചാടി വന്നിട്ടുണ്ടോ? ഇല്ല, അവരെ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. അകത്തേക്ക് കയറി വാ. ഇത് നമുക്ക് കിട്ടുന്ന നല്ലൊരു അവസരമാണ്. നമ്മൾ രണ്ടു കൂട്ടരും മനസ്സ് വെച്ചാൽ നിങ്ങളുടെ പയ്യനെ നിങ്ങൾക്ക് കൊടുക്കാം, ഞങ്ങളുടെ പെണ്ണിനെ ഞങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇനിയും നമ്മൾ അവരെ ബലമായി പിടിച്ച് മാറ്റണോ? അമ്പലത്തിൽ വെച്ച് മാലയിട്ടത് കൂടാതെ ഈ ദിവസങ്ങൾ അത്രയും അവരൊരുമിച്ച് കഴിയായിരുന്നില്ലേ? അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുമിച്ച് ഒരിടത്ത് താമസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മഞ്ചാടി പഠിക്കാൻ മേടിക്കുകയാണെങ്കിലും അവൾക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഒരിക്കൽ ചതിക്കാൻ നോക്കിയവനെ അവൾ സ്നേഹിക്കും. ഞങ്ങളുടെ അച്ഛൻ ഇന്ന് ഈ വിവരം അറിയുന്നത്. അദ്ദേഹം തന്റെ മകളെ തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കാൻ പോയിരിക്കുക.